ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ പാലക്കാടാണ്. കാർത്തൂന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ നമ്മള് അതിനു വേണ്ടി ഒരു ഡിന്നറിന് പോവാണ്. ഇപ്പൊ ഇവരിങ്ങനെയാണ് ഗൈസ്, നമുക്കത് മൈൻഡ് ചെയ്യണം. ഞാൻ എല്ലാരും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സുധനയാണ് ഡ്രൈവ് ചെയ്യുന്നത് ആൻഡ് കീർത്തന സിയാർ, പിന്നെ പൃഥ്വി ഉണ്ട്, അച്ചു ഉണ്ട്. അച്ചുവിനെ നിങ്ങൾ മുണ്ടൂർ വ്ളോഗിൽ അച്ചു ഉണ്ടായിരുന്നു, പാലക്കാട് നമ്മൾ കസിന്റെ വീട്ടിൽ പോയ വീട്ടിൽ. ആൻഡ് പൃഥ്വി ഉണ്ട്. സേ ഹായ് പൃഥ്വി. Hi guys. This is our birthday girl. Oh, Karthika is looking so nice. ഇത്ര നേരം ഇല്ലാത്തൊരു ഭംഗി ക്യാമറ അടുത്ത് വെച്ചപ്പോ തോന്നി, നല്ല രസമുണ്ട് guys. അപ്പൊ നമ്മൾ ഇന്ന് കഞ്ചിക്കോടുള്ള എവിടെയാണ് കീർത്തന സംസാരിക്കുന്നതായിരിക്കും. സോറി ഗൈസ്, എനിക്കൊന്ന് യൂട്യൂബ് ശീലമില്ല, ബട്ട് സ്റ്റിൽ ഐ ട്രൈ. ഓക്കെ ഗൈസ്, നമ്മൾ കാർത്തൂന്റെ ബർത്ത്ഡേ ഡിന്നർ ഡേറ്റ് ആയിട്ട് Cloud9 പോവാണ്. സോ Cloud9 കഞ്ചിക്കോട. സോ വി ആർ ഗോയിങ് ടു Cloud9. വാട്ട് ഈസ് ദിസ്? ഓക്കെ ഗൈസ്, യൂട്യൂബ് ചാനൽ ഇല്ല എന്നുള്ളൊരു സാധനം മാത്രമേ കുഞ്ഞുവിനുള്ളൂ. അവൾ എല്ലാ വ്ളോഗ്സും ചെയ്യാറുണ്ട്, എല്ലാം ഇതുപോലെ സംസാരിക്കാറുണ്ട്, പക്ഷെ നെവർ പോ. അപ്പൊ ഷീസ് ദ റൈറ്റ് പേഴ്സൺ. എനിക്ക് കൈ വേണിക്കുന്നു സീരിയസ് ആയിട്ട്. നമ്മളിപ്പം ബൈപ്പാസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. വി ആർ ഗോയിങ് ടു Cloud9. ഇന്നത്തെ കംപ്ലീറ്റ് ഡ്രൈവിംഗ് സുധിനെയാണ് കേട്ടോ ഏറ്റെടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം എത്താറായി. ഓക്കെ. അപ്പൊ അതാണ്, കാർത്തു ബാംഗ്ലൂരായിരുന്നു. ഈ വീക്ക് അവൾക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് പാലക്കാട് വന്നതാ. അപ്പൊ നമ്മളും ആ ടൈമിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ബർത്ത്ഡേ ഡിന്നർ പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. നാളെയാണ് ആക്ച്വലി ബർത്ത്ഡേ. സുധിന നാളെ ഉണ്ടാവില്ല, ആരൊക്കെയോ നാളെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് പോയി ഒരു ബർത്ത്ഡേ ഡിന്നർ പ്ലാൻ ഇടാന്ന്. അപ്പം അത്രേ ഉള്ളൂ. അച്ചു അതിനു വേണ്ടി വന്നതാണ്. അച്ചുവിന്റെ ഫോൺ കളഞ്ഞു പോയിന്ന്. കളഞ്ഞു പോയത്. സോറി. വെള്ളത്തിൽ നനഞ്ഞു പോയി. പാലക്കാട് കവ എല്ലാവർക്കും ഒരു ഇത് അറിയായിരിക്കും. അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ്. കഥ പറയൂ വെച്ചു എന്താ എത്താറായോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് മുമ്പ് നമ്മൾ പാർക്ക് ചെയ്യണ്ടേ? ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. പൃഥ്വി പറഞ്ഞു തന്നു സർവീസ് റോഡ് എടുക്കണമെന്ന്. അപ്പോ നമ്മള് അത് മൈൻഡ് ചെയ്തില്ല, നമ്മൾ ഇഗ്നോർ ചെയ്തു, നമ്മൾ പുച്ഛിച്ചു. എന്നിട്ട് നമ്മളിപ്പോ വഴി തെറ്റി. ഇനിയിപ്പോ നമ്മള് എത്ര കിലോമീറ്റർ പോയിട്ടാണ് തിരിക്കാൻ? അത്രേ ഉള്ളൂ. ഓക്കെ, കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന സുധന. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഒരു കുട്ടി സർപ്രൈസ് കാർത്തൂനുള്ള ഒരു ഫ്ലോഗ് ഒക്കെയാണ് നമ്മൾ പുറകിൽ വെച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ടിരിക്കുന്ന തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ആ ഡൈനിങ് സ്പേസിൽ എത്തിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന്. അപ്പോൾ കാർത്തുവാണ് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കസിൻ. അപ്പോൾ കാർത്തൂന് കൊടുത്തു കഴിഞ്ഞാൽ കാർത്തു അത് എന്തെങ്കിലും റിക്രിയേറ്റ് ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പൊ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ കാർത്തിക. സോ ആക്ച്വലി ഈ മൊക്കെ ഭയങ്കര കോളമായി പോയി. അപ്പൊ അതിന് മുമ്പ് കാർത്തൂന്റെ അടുത്ത് തന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് തന്നേനെ, എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇനി കുളമായതിന് വേണമെങ്കിൽ എന്തെങ്കിലും റിക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവസാനം ഫൈനലി കാർത്തൂനെ വേണമല്ലോ. സോ ഗൈസ്, നമ്മളൊരു ബൊക്കെ കാർത്തൂന് വേണ്ടി മേടിച്ചു. ഭയങ്കര നല്ലൊരു പേജൊക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തു. പക്ഷെ വന്നപ്പോൾ ഫുൾ ഉണങ്ങിയ പൂക്കളും പിന്നെ ഈ സാധനം ഈ വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ സെപ്പറേറ്റ്ലി ഞാൻ മേടിച്ച ഷൈജു അതെന്തൊക്കെയോ കുറച്ചൊന്ന് റിക്രിയേറ്റ് ചെയ്ത് തന്നു. പക്ഷെ ഇറ്റ്സ് നോട്ട് ആക്ച്വലി ലുക്കിംഗ് നൈസ്. പിന്നെ കാർത്ത് സന്തോഷിപ്പിക്കാൻ ഇത്രയും നല്ല ബൊക്കേനാണോ കൊളായി എന്ന് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കല്ല. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ച് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, രാത്രി ആയതുകൊണ്ട് അറിയാത്തതാ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. എല്ലാവരും കാണാനും നല്ല രസമല്ലേ? മൈ ഗേൾസ് ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ കാർത്തിക മോഹൻദാസ്, ഞങ്ങളുടെ കാർത്തു. ഇപ്പം കാർത്തുവിൻ്റെ ബർത്ത്ഡേന്ന് നമ്മൾ അടിപൊളിയാക്കാൻ പോകുന്നു. കാർത്തികയുടെ ബൊക്കേന്ന് വീണുപോയ ഒരു ഫ്ലവറാണിത്. They actually went to take some pictures. അത്യാവശ്യം കൊള്ളാം, സ്ഥലം നൈസാണ്, ആംബിയൻസും ഒക്കെ. എനിക്കൊന്ന് പാലക്കാട് ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ്. സോ ഇറ്റ്സ് നൈസ്. ആൻഡ് വി ഓർഡർഡ് ദ ഫുഡ് ആൻഡ് വി വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. പറയൂ പ്രതി, എന്താണ് വേണ്ടത്? ഉജ്ജ്വല പറയൂ. അച്ഛൻ എന്താണ് ഓർഡർ ചെയ്തിട്ടുള്ളത്? സോ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് നല്ലൊരു ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമുള്ള പരിപാടിയല്ലേ? എല്ലാവർക്കും അതുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ നമുക്കത് ഭയങ്കര വിഷമമുള്ള പരിപാടിയാണ്. സോ വി ഓൾവേസ് മേക്ക് ഷുവർ ടു ടേക്ക് സം ഗുഡ് വൺസ്.
അപ്പോൾ പൃഥ്വിയാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരുന്നത്. അതിനുശേഷം നമ്മുടെ ഫുഡൊക്കെ എത്തി, നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. എൻ്റെ മുടിയൊക്കെ പാറി പറക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. എല്ലാവർക്കും ഒരുവിധം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കാർത്തൂന് ഒരു സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് അവർ കൊണ്ടുതരും. അപ്പോൾ ഇനി അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. ഇതാണ് അച്ചു, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പാവം ഇൻട്രോവേർട്ട് കുട്ടി. ദെൻ കാർത്തൂൻ്റെ ബർത്ത്ഡേ കേക്ക് വരുന്നത് അറിയിക്കാതിരിക്കാൻ വേണ്ടി കാർത്തൂൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ. ഇതൊരു ചോക്ലേറ്റ് ലാവ കേക്കായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. കാർത്തൂനെ കാണാനും ഭയങ്കര സുന്ദരിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇറങ്ങി. കുഞ്ഞുവിനെ അമ്മയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് സ്കേറി സീനാണെന്നോ? ചെറുതായിട്ടൊരു ആനയൊക്കെ വരുന്ന ഒരു മൂടുള്ള സ്ഥലം. അതെ, പാലക്കാട് ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ കാടായി ഗൈസ്. ചെറിയൊരു ആനയ്ക്കൊക്കെ വരാം. അങ്ങനെ കുട്ടിയാനേനെയും കുഴിയാനേനെയും ഒന്നും കാണാതെ ഞങ്ങൾ ടൗണിലോട്ട് എത്തി. സുദിന തന്നെയാണ് ഇപ്പോഴും ഡ്രൈവിംഗ് സീറ്റിൽ. ചെറിയ പാട്ട് കച്ചേരിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീടെത്തി. കാത്തു എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുവാണ്. കാത്തുവിന് വേണ്ടി മേടിച്ചൊരു കുട്ടി കേക്ക്. ഹാപ്പി 25. നമുക്ക് കാത്തുവിൻ്റെ അടുത്ത് പോയിട്ട് കാത്തുവിനെ സർപ്രൈസ് ചെയ്യാം. ഇവിടെ നമ്മുടെ പാരൻസ് എല്ലാം ഉറങ്ങുകയാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ആരെയും ഉണർത്താതെ കാത്തുവിനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കാത്തു ഡ്രസ്സൊക്കെ മാറ്റി. Happy birthday to you. Happy birthday to Kartu. Happy birthday to you. Yay! രാത്രി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ കിടന്നു കേട്ടോ. അതിനുശേഷം രാവിലെ ഞാൻ വന്നു. കാത്തുവിനുള്ള ഗിഫ്റ്റ് റെഡിയാക്കുവാണ്. കാത്തുവിൻ്റെ കുറേ ഫേവറേറ്റ് ആൾക്കാരുടെ നിന്നുള്ള ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാനും എഴുതിയൊരു കുട്ടി ലെറ്റർ. പിന്നെ അതെല്ലാം കൂടെ റോൾ ചെയ്ത് ഒരു മെമ്മറി ജാറാണ് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് ഈ ജാറിൻ്റെ അകത്ത് ഇടും. സോ ഐ മെയ്ഡ് ഹാൻഡ് മെയ്ഡ് മെമ്മറി ജാർ. പിന്നെ എൻ്റെ ലിറ്റിൽ ഹെൽപ്പർ ഇസ് ഹിയർ. എന്നെ ഇവിടെ നിച്ചുക്കുട്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നിച്ചുക്കുട്ടിയാണ് എനിക്ക് എല്ലാം എടുത്തു തരുന്നത്. എന്നിട്ട് ഞാൻ റോൾ ചെയ്യും. എന്നിട്ട് നിച്ചുക്കുട്ടിയാണ് ഇതിൽ ഇടാൻ പോകുന്നത്. നിച്ചു ഇട്ടോ ഇതിനകത്ത്. കാത്തു മിച്ചെന്നേ ഇതിനകത്ത് ഇട്ടോ. കാത്തു മിച്ച്. ഞങ്ങളിങ്ങനെ ഇത് ഫില്ല് ചെയ്യും. ഹേ പറഞ്ഞ ഹായ്. ഹായ് ടു മൈ വ്യൂവേഴ്സ്. ഇവിടെ ഹായ് പറഞ്ഞ ഹായ്. ഹായ് ഗൈസ്. ഞാൻ മൊട്ട അടിച്ചു ഇന്നലെ. അതിന്റെ വീഡിയോ ഞങ്ങൾ നാളെ ഇടാം. പറഞ്ഞേ മൊട്ട മുടി എവിടെ അടിച്ചു? എന്റെ കാത്തു പറയൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മെമ്മറി ജാർ റെഡി ആയിരിക്കുകയാണ്. വേറെയും കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കാത്തുവിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ആദ്യം നിച്ചുവും പുറത്തു പോയി വന്നേ ഉള്ളൂ. 2 പേരും ട്വിന്നിങ് ആണ്. അപ്പോൾ ഇതാണ് കാത്തുവിൻ്റെ വീട്. ഞങ്ങളുടെ കസിൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണ് കേട്ടോ ഇത്. ഭയങ്കര പച്ചപ്പാണ്. അച്ചാറാണെങ്കിൽ ഏതച്ചാർ? ഓക്കെ, വോട്ടെവർ. അപ്പോൾ കാത്തു തന്നെ തുറന്ന് നോക്കണേ. സോ ഇതില് കാത്തുവിൻ്റെ ഫേവറേറ്റ് കുറച്ച് ആൾക്കാരുടെ ബർത്ത്ഡേ ലെറ്റേഴ്സ് ആണ് കാത്തുവിനുള്ളത്. ഞാൻ വിചാരിച്ചതിനേക്കാളും കാത്തു ഇമോഷണൽ ആയി കേട്ടോ. ഭയങ്കര ഹാപ്പിയായി. ഇതുപോലൊരു ഗിഫ്റ്റ് ഇത്രമാത്രം ഡീപ്പായിട്ട് കണക്ട് ആവുന്നത് കാത്തുവിനെ പോലെ ഒരാൾക്ക് തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരാളാണ് കാത്തു. ഇത്തവണത്തെ കാത്തുവിൻ്റെ ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യൽ ആക്കണമെന്ന് ഞാൻ മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു. കാത്തു ബാംഗ്ലൂർ ആണെങ്കിൽ അവിടെ പോകണം എന്നുള്ളായിരുന്നു എൻ്റെ പ്ലാൻ. എന്താ വെച്ചാൽ ഒരു ക്വാർട്ടർ ലൈഫ് മൈൽ സ്റ്റോൺ റീച്ച് ചെയ്തിരിക്കുകയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല എല്ലാവരും വലുതായിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകൾ തമ്മിൽ ഒരു 100-200 മീറ്റേഴ്സ് ഡിഫറൻസ് ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറുപ്പം മുതലേ ഒരുമിച്ചാണ് വളർന്നതൊക്കെ. അതിൻ്റെ ഒരു ബോണ്ട് നമ്മളെല്ലാവരും തമ്മിലുണ്ട്. പിന്നെ കാത്തു എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിലെ എല്ലാ കാര്യത്തിലും ഒത്തിരി ഹാർഡ് വർക്കും എഫേർട്ടും ഒക്കെ ഇട്ട് കൂടെ നിൽക്കുന്ന ഒരു കസിനാണ് എല്ലാവരുടെ കാര്യത്തിലും കേട്ടോ. കാത്തുവിൻ്റെ ബർത്ത്ഡേ എക്സ്ട്രാ സ്പെഷ്യൽ ഒന്നും ആക്കിയില്ലെങ്കിലും കുറച്ച് സ്പെഷ്യലാക്കാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കൂട്ടി കാര്യം സന്തോഷം കണ്ട ഇത് എന്റെയാണ്. ഇതിപ്പോ തുറക്കണ്ട. ഞാൻ പിന്നെ സമാധാനമായിട്ട് വായിച്ചോളാം. മതി. എനിക്കൊരു വഴി ഞാൻ അടുത്തിരിക്കുന്നുണ്ട്.
Poppy, what? Why are you doing this to me? Guys, you should see this. ഓക്കെ ഗൈസ് ബൈ. എല്ലാവർക്കും അപ്പൊ താങ്ക് യു. കാർത്ത് ഇതൊരു വീഡിയോ ആക്കിയിട്ട് കാർത്തിന്റെ ഞാൻ പറയുന്നത് കുഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് എന്ന് വെച്ചാൽ ആവശ്യമുള്ള എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ എന്റെ കാർട്ടിൽ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന 2 സാധനങ്ങൾ കുഞ്ഞുവിന് അയച്ചു കൊടുത്തു. അതിലെ 2 എണ്ണം ഓർഡർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ആണ് എന്റെ റോളിന്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇത്ര വലിയ സർപ്രൈസ് എന്നിട്ട് എല്ലാ സാധനം പറഞ്ഞ എല്ലാ സാധനവും എനിക്ക് വാങ്ങിച്ചു തന്നു. ഇറ്റ്സ് അൺഫെയർ. It's 25th birthday. We have to enjoy it. You deserve it. Happy birthday, Umma. Once again, happy birthday, Katu. We all love you so much. And thank you for coming into our lives. May this year bring you all that you have been dreaming of.